എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഗുരുവായൂരാണ്. അപ്പോൾ ഗുരുവായൂരിലെ കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ എറണാകുളത്ത് നിന്ന് ഗുരുവായൂരേക്ക് വരുന്ന ആ ഒരു പാസഞ്ചർ ട്രെയിനിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അത് കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോയിലേക്ക് വരിക. നമുക്കിനിയിപ്പോൾ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങണം. അപ്പം ഇവിടെ നമ്മുടെ ട്രാക്കുകൾ തീരുവാണ്. ഗുരുവായൂർ സ്റ്റേഷൻ ലാസ്റ്റ് സ്റ്റേഷനാണ്. അപ്പോൾ നമ്മുടെ കന്യാകുമാരി കാണുന്നതിലൂടെയൊക്കെ ട്രാക്കുകൾ അവിടെ തീരുകയാണ്. നമുക്കിനി നമ്മൾ വന്ന ട്രെയിനിൽ നിന്ന് ആൾക്കാർ ഇറങ്ങുവാണ്. മറ്റൊരു ട്രെയിൻ അപ്പുറത്ത് കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നത് ചെന്നൈ ഗുരുവായൂരാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഗുരുവായൂർ സ്റ്റേഷന് പുറത്തിറങ്ങിയിട്ട് നമ്മളിന്ന് കാണാൻ പോകുന്ന ഇവിടുത്തെ ബസ് സ്റ്റാൻഡുകളും അതുപോലെ തന്നെ ലോഡ്ജിൻ്റെ കാര്യങ്ങളും അങ്ങനെയുള്ള സൗകര്യങ്ങളും പാർക്കിംഗ് സൗകര്യങ്ങളും ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു വീഡിയോയുടെ ഇന്നത്തെ ഒരു ലക്ഷ്യം. ഈ അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായിട്ട് റെയിൽവേ സ്റ്റേഷനൊക്കെ നവീകരിച്ചതിൽ പിന്നെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇത് ഇവിടുത്തെ ഒരു സെക്കൻഡ് ക്ലാസ് വെയിറ്റിംഗ് റൂമാണ്. ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ നല്ല സൗകര്യമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗുരുവായൂർ സ്റ്റേഷൻ. പിന്നെ നമുക്ക് സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങണം. പുറത്തേക്ക് ഇറങ്ങി കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാം. ചെറിയ ഒരു വ്ളോഗായിരിക്കും ഇന്ന് നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ്. അപ്പോൾ നമ്മൾ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. മനോഹരമായ ഒരു സ്റ്റേഷനാണ് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ ഇന്ത്യയിലെ പല സ്റ്റേഷനുകളും ഇപ്പോൾ അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായിട്ട് നവീകരിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. നല്ല സ്പേസും ഉണ്ട്. അപ്പം റോഡിൽ ചെന്നിട്ട് അവിടെ നിന്ന് ലെഫ്റ്റ് പോകണം. ലെഫ്റ്റ് പോയിട്ട് നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിന് ഒരു റൗണ്ട് അടിക്കണം. അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു പരിപാടി. ഇത് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രമാണ്. നമ്മളിപ്പോൾ സ്റ്റേഷന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഔട്ടർ റിംഗ് റോഡ് വഴി ഒന്ന് കറങ്ങിയൊക്കെ അടിക്കുകയാണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ ലക്ഷ്യം. അപ്പോൾ നമ്മളിവിടെ നിന്ന് നേരെ ലെഫ്റ്റ് പോവുകയാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ ബോർഡൊക്കെ ഇവിടെ കാണാം. നഗരസഭ ബസ് സ്റ്റാൻഡ് സ്ട്രേറ്റും മഞ്ജുളാൽ വലത്തോട്ടുമാണ്. ഈ കാണുന്നതാണ് മഞ്ജുള എന്ന സഖിയുടെ കഥയൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണേ. ഒരു AKG സ്മാരക കവാടം കൊടുത്തിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സത്യഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ വീണ്ടും മുന്നോട്ട് പോവുകയാണേ. ഇവിടെയായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ആ ഒരു കവാടം കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗുരുവായൂർ ഈസ്റ്റ് നട ആ റോഡിൽ കൂടെയാണ്. അതെല്ലാം ടൂറിസ്റ്റും ലോഡ്ജുകളും ഒക്കെയാണ്. ഈ പാതയുടെയൊക്കെ ഒരു വൃത്തി നമ്മളെടുത്ത് പറയണം. നല്ല നീറ്റായിട്ട് തന്നെ ക്ലീനായിട്ട് തന്നെ കിടക്കുവാണ്. ഇവിടെ നിന്ന് 2.5 കിലോമീറ്ററാണ് പുന്നത്തൂർ ആനക്കോട്ടയിലേക്കുള്ള ദൂരം. ഒന്ന് റൈറ്റാണ് പോകേണ്ടത്. ഇതൊക്കെ വാഹനം പൂജിക്കാൻ വരുന്ന ആൾക്കാരാണ്. ലൈഫിലെ പ്രധാനപ്പെട്ട ഒരംഗത്തെ കൊണ്ടുവരുമ്പോൾ ഗുരുവായൂർ നടയിൽ വെച്ച് ആവണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ആൾക്കാർ വരുന്നതാണ്. അപ്പോൾ നമ്മൾ പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് പോയി ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഗോശാല വരുന്നത്. ഈ പോകുന്ന 2 സൈഡിലും ഒരുപാട് കടകളുണ്ട്. ഫാൻസി സ്റ്റോറുകളുണ്ട്, തുണിക്കടകളുണ്ട്. അങ്ങനെ ഫുള്ള് കടകൾ മാത്രമാണ് 2 സൈഡിലും ഉള്ളത്. പൂക്കടകളുണ്ട്. ഇതാണ് ഗോശാലയിൽ നിന്ന് വരുന്ന പശുക്കളെയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ
ഉണ്ണിക്കണ്ണൻ്റെ ഒരു സാമീപ്യം നമുക്ക് ഇവിടെ അനുഭവപ്പെടും. നമ്മളപ്പോൾ ആ നടപ്പന്തലിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെയായിട്ട് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ വകയായിട്ട് മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട്. നമുക്കിനി ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് പോകണം. നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകേണ്ടത്. ഇതാണ് പാർക്കിംഗ് സൗകര്യമേ. നമ്മൾ വന്നത് അവിടെ നിന്നാണ്. അതാണ് ഈസ്റ്റ് നട. നമുക്കിനി ഈ ഭാഗത്തേക്ക് പോകണം. നമ്മളപ്പോൾ വീണ്ടും മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്രാവലറുകളാണ് കിടക്കുന്നത്. നോക്കി ഇന്നതെല്ലാം ട്രാവലുകളാണ്. ഇവിടെയായിട്ട് ബസ് ഫാൻസുകാരുടെ ഇഷ്ടപ്പെട്ട ഒരു വണ്ടി കിടപ്പുണ്ടേ. ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞ ആളെ 1S കിടപ്പുണ്ട് ഇവിടെ. നമുക്കിനി ഒന്ന് നമ്മുടെ ബസ് സ്റ്റാൻഡ് ഒന്ന് കണ്ടിട്ട് വരാം. ഗുരുവായൂർ ബസ് സ്റ്റാൻഡ് ഒന്ന് കാണണം. പിന്നെ അതുവഴി ജസ്റ്റൊക്കെ കറങ്ങി അടിച്ചിട്ട് ആണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ. ഒരു മൂടിക്കെട്ടി നിൽക്കുന്ന അന്തരീക്ഷമാണ്. അതാണ് വീഡിയോ ഒരു ഇച്ചിരി ഡാർക്കായിട്ട് ഫീൽ ചെയ്യുന്നത്. ബസ് സ്റ്റാൻഡ് ലെഫ്റ്റ്, ചാവക്കാട് റൈറ്റ്. നമുക്ക് എന്തായാലും ബസ് സ്റ്റാൻഡ് ഒന്ന് കണ്ടിട്ട് വരാം. ബസ് സ്റ്റാൻഡിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതേ ഉള്ളൂ. കോഴിക്കോടേക്ക് പോകുന്ന പാരഡൈസ്. ഇത് നമ്മൾ ആദ്യം കണ്ട കേളപ്പൻ സ്മാരക കവാടം കഴിഞ്ഞുള്ള പാർക്കിംഗ് ആണ്. ഇവിടെയും പാർക്കിങ്ങിന് നല്ല സ്പേസ് ഉണ്ട്. ബസ്സുകളൊക്കെ ഇപ്പോൾ റോഡ് സൈഡിൽ നിർത്തിയാണ് ആൾക്കാരെ കയറ്റുന്നത്. പണിയൊക്കെ കഴിയുമ്പോൾ നല്ലൊരു സ്റ്റാൻഡാവും. അതായത് ഇപ്പോൾ ഇങ്ങനെ കുറച്ച് നാളായിട്ട് ഇങ്ങനെ കിടക്കുവാണ് എന്നെനിക്ക് തോന്നുന്നു. ഗുരുവായൂരേക്ക് പല സ്ഥലങ്ങളിൽ നിന്നും ഇതുപോലെ KSRTCയും പ്രൈവറ്റ് ബസ്സുകളും ഒക്കെ ലഭ്യമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ട്രെയിൻ ഉപയോഗിച്ച് നമുക്ക് വളരെ എളുപ്പം ഗുരുവായൂർ എത്തിച്ചേരാം. നമ്മളിപ്പോൾ സ്റ്റാൻഡിൻ്റെ അവിടെ ഒരു വെറുതെ വന്നതാണേ. അപ്പോൾ നമ്മളിനി തിരിച്ച് വന്ന വഴി തന്നെ നടക്കുവാണേ. നമ്മളതിലെ ഇങ്ങോട്ടാണ് വന്നത്. ഇവിടുന്ന് റൈറ്റ് ആ കാണുന്ന വഴി കൂടെ നമ്മളിങ്ങോട്ട് വന്നത്. അവിടെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് നമ്മൾ പോകുന്ന വഴി. പാർക്കിംഗ് ഒക്കെ കണ്ടില്ലേ. നമ്മളിങ്ങനെ നേരെ ഇവിടുന്ന് മുന്നോട്ട് പോകണേ. അപ്പോൾ റൗണ്ട് നമുക്ക് അടിച്ചിട്ട് വരാം. നമ്മളിപ്പോൾ പടിഞ്ഞാറേ നടയുടെ ഭാഗത്തേക്കാണ് പോകുന്നത്. ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ലെഫ്റ്റിലേക്കെന്ന് ഒരു ബോർഡ് ഇട്ടിട്ടുണ്ട്. വൈകുന്നേരവും അതിരാവിലെയൊക്കെ വരുവാണെങ്കിൽ ഭയങ്കര തിരക്കാണ് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിന് ചുറ്റും നമുക്ക് അനുഭവപ്പെടുന്നത്. വെയിലില്ലാത്തതുകൊണ്ട് അത്യാവശ്യം നടക്കാൻ വലിയ കുഴപ്പമില്ല. ഇവിടെയായിട്ടൊരു ആൽമരം കണ്ടോ. വേരുകളൊക്കെ മുറിച്ചിട്ടുണ്ട്. ഉണ്ടല്ലോ, ഇതൊക്കെ മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. ഗുരുവായൂർ ദേവസ്വം ബാച്ചിലേഴ്സ് ക്വാർട്ടേഴ്സ്, ഫയർ ആൻഡ് റെസ്ക്യൂ ഗുരുവായൂർ. അടിപൊളി ഒരു കെട്ടിടമാണല്ലോ. പന്തായിൽ ശ്രീ അയ്യപ്പ ക്ഷേത്രം. ഗുരുവായൂർ എത്തിക്കഴിഞ്ഞാൽ പല ഭാഗങ്ങളും നിങ്ങൾക്ക് ഇങ്ങനെ പേ ആൻഡ് പാർക്ക് ബോർഡുകൾ കാണാൻ സാധിക്കും. ലാസ്റ്റ് ഇങ്ങനെ മൂടിക്കിട്ട് നിൽക്കുകയാണ് നമ്മൾ പറഞ്ഞെങ്കിലും വെയിലില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ നടന്ന് വീഡിയോ എടുക്കാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ ഈ ടൗണിലൊക്കെ ഇറങ്ങി വാഹനത്തിരക്കിനിടയ്ക്കൊക്കെ വീഡിയോ എടുക്കും. വെയിലൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടുപോകും. അങ്ങനെ ഒരു ഗുണം കൂടെ ഉണ്ട്. എവറസ്റ്റ് ഇൻ ലോഡ്ജ് ഡോർമെറ്ററി. ലോഡ്ജുകൾ, ഡോർമെറ്ററികൾ, അങ്ങനെയുള്ള ഹോട്ടലുകളൊക്കെ ഒരുപാട് ഉണ്ട്. വരുന്ന ആൾക്കാരൊക്കെ കൂടുതലും ഈസ്റ്റ് നടയിൽ അവിടെയൊക്കെ പാർക്ക് ചെയ്തിട്ട് അവിടെ അടുത്തുള്ള ഹോട്ടലുകളും അതുപോലെ തന്നെ റൂം എടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഭാഗത്തേക്കൊക്കെ വരുവാണെങ്കിൽ ഒരു പക്ഷേ റൂമുകൾക്ക് ഒരു ഇച്ചിരി റേറ്റ് കുറവായിരിക്കും. ഇവിടെ നിന്ന്
ലെഫ്റ്റ് ചാവക്കാട് കാഞ്ഞാണി ശബരിമല, റൈറ്റ് കുന്നംകുളം കോഴിക്കോട് പട്ടാമ്പി. നമ്മൾ ഈ പത്തനംതിട്ട ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഗുണമുണ്ട്. ഇവിടെ ഈ ശബരിമല ബോർഡ് നോക്കി പോയാൽ മതി നാട്ടിലേക്ക് പോകണമെങ്കിൽ. ഇവിടുന്ന് റൈറ്റാണ് മമ്മിയൂർ ക്ഷേത്രത്തെ കാണിക്കുന്നത്. കുന്നംകുളം കോഴിക്കോട് റൈറ്റ്. ഇവിടെ പഴയ ഒരു വണ്ടി കിടക്കുന്നുണ്ടോ? കുറേ നാളായെന്ന് തോന്നി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ പടിഞ്ഞാറേ നടയുടെ ഭാഗത്തേക്കാണ് പോകുന്നത്. ചാവക്കാട് പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്ക്, ഗുരുവായൂർ കൊടുങ്ങല്ലൂർ ബസ്സാണ് പോകുന്നത്. കുറേ വസ്തുക്കൾ കിടപ്പുണ്ട്, കാട് പിടിച്ച് കിടക്കുവാണേ. കുറച്ച് നാളായി നമ്മുടെ വീഡിയോയ്ക്ക് ഇടയിലൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. അതിന് പ്രധാന കാരണം നമുക്ക് വീഡിയോ എടുപ്പും നമ്മുടെ ജോലിയും കൂടെ ഉണ്ട്. മറ്റ് ജോലിയും കൂടെ ഉള്ളതുകൊണ്ട് നമ്മുടെ വീഡിയോ എടുപ്പിനെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ്. എങ്കിലും മാക്സിമം വലിയ താമസമില്ലാത്ത രീതിയിൽ, വലിയ കുഴപ്പമില്ലാത്ത, അധികം താമസമില്ലാത്ത രീതിയിൽ ഞാൻ വീഡിയോ ഇടാൻ ഇനി ശ്രമിക്കുന്നതാണ്. എന്തെങ്കിലും കേസോ കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും. ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള വസ്തുക്കൾ ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കിടക്കാൻ സാധ്യതയില്ല അല്ലേ. LIC ഓഫീസ്, സാറ്റലൈറ്റ് ഓഫീസ് ഗുരുവായൂർ. ദേവസ്വം പാർക്കിംഗ്, വേ ടു ടെമ്പിൾ. ഇവിടെയും പാർക്കിങ്ങിന് ഒരുപാട് സ്പേസ് ഉണ്ട്. ഇതിവിടുത്തെ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസാണെന്ന് തോന്നുന്നു. അതെ, ഓഫീസാണ്, വാട്ടർ അതോറിറ്റിയുടെ ഓഫീസാണ്. അപ്പം നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്ന് ഇങ്ങനെ ഒരു ജംഗ്ഷനിൽ എത്തിയേക്കുവാണ്. ഇനി ലെഫ്റ്റ് പോകണോ റൈറ്റ് പോകണോ എന്ന് എനിക്കൊന്ന് തീരുമാനിക്കണം. പാഞ്ചജന്യം റെസ്റ്റ് ഹൗസ്, ഗുരുവായൂർ ക്ഷേത്രം റൈറ്റ്, പടിഞ്ഞാറേ നട ലെഫ്റ്റ്. നമുക്ക് എന്തായാലും ലെഫ്റ്റ് ഒന്ന് പോയി നോക്കാം. അപ്പം നമ്മൾ ഇപ്പോൾ പോകുന്നത് പടിഞ്ഞാറേ നടയുടെ ഭാഗത്തേക്കാണ്. ഈ ഫുട്പാത്തൊക്കെ ഉണ്ടോ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ. നമ്മൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ പോയി സ്വാഭാവികമായിട്ടും നമ്മൾ KSRTC ബസ് സ്റ്റാൻഡ് കണ്ടില്ലെങ്കിൽ അത് ശരിയല്ല. അപ്പോൾ KSRTC നോക്കിയിട്ട് വരാം. ഇവിടെ എല്ലാം നോ പാർക്കിംഗ് ഏരിയ ആണ്. പലതും വൺ വേ ആണ്. ഹോട്ടൽ രാജവത്സം. ഇവിടെയായിട്ടൊരു തിയേറ്റർ ഉണ്ട്, മാജിക് ഫ്രെയിം സിനിമാസ്, ജയശ്രീ. അപ്പം നമ്മൾ നടന്ന് ഗുരുവായൂർ വെസ്റ്റ് നടയുടെ ഭാഗത്തെത്തിയിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രം റൈറ്റ് 100 മീറ്റർ, പടിഞ്ഞാറേ നട ബസ് സ്റ്റോപ്പ് 150 മീറ്റർ. ഇവിടേക്ക് ഒരുപാട് പൂക്കളുണ്ട്. പൂക്കളുടെ മണം നല്ല രസമുണ്ട്. ഏതാ വേണ്ട നോക്കോളൂ. 20 രൂപ. സുധേട്ടൻ വന്നു. ഗണപതി അപ്പം നമ്മൾ നേരെ KSRTC സ്റ്റാൻഡിൻ്റെ അങ്ങോട്ട് പോവാണ്. വണ്ടിക്ക് വർഷങ്ങളായിട്ടിപ്പം കീ ചെയിൻ ഇല്ലായിരുന്നു ബൈക്കിന്. നമ്മൾ ഗണപതിയെ മേടിച്ചിട്ടുണ്ട്. NSS ഗസ്റ്റ് ഹൗസ്. നമ്മളപ്പോൾ ഇവിടെ നിന്നും കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് KSRTC ബസ് സ്റ്റേഷൻ കാണിക്കുന്നത്. ഈ വഴിയാണെന്ന് തോന്നുന്നു KSRTCയിലേക്ക് പോകുന്നത്. ചെറിയൊരു വഴിയാണേ. മൂത്രത്തിൻ്റെ സ്മെല്ലുകൊണ്ട് നടക്കാൻ വയ്യ.
ആ വഴിയുടെ നടുക്കായിട്ടൊരു തെങ്ങുണ്ടേ. ഇത്ര ഒഴിക്കില്ലെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ പോകുന്ന ആൾക്കാരെല്ലാം മൂക്ക് പൊത്തിക്കൊണ്ടാണ് പോകുന്നത്. ഒരു രക്ഷയില്ല. ആഹാ. ഇതാണ് നമ്മുടെ ഗുരുവായൂർ KSRTC സ്റ്റാൻഡ്. ആനവണ്ടിയുടെ ബാക്ക് ഭാഗമാണ് നമ്മൾ കാണുന്നത്. ഇവിടെയായിട്ട് ശൗചാലയമൊക്കെ ഉണ്ട്. ഓ വിയർത്തു. തമിഴ്നാട് വണ്ടി കിടപ്പുണ്ട്. ഗവൺമെൻറ് ഓഫ് തമിഴ്നാട് SCTC. അപ്പോൾ ഇതാണ് നമ്മുടെ ഗുരുവായൂർ KSRTC ബസ് സ്റ്റാൻഡ്. നമുക്കപ്പോൾ ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മമ്മിയൂർ ക്ഷേത്രമുണ്ട്. നമുക്ക് അതുകൂടെ കാണാമേ. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോവുകയാണേ. സംഘവിഹാർ ഗുരുവായൂർ. ഗുരുവായൂർ കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് ഇവിടെ ആണെന്ന് തോന്നുന്നു. കേരളത്തിൽ എവിടെ ചെന്നാലും ഇപ്പോൾ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. ഫുട്ബോൾ ഫാൻസിൻ്റെ ഫ്ലെക്സാണ്. കൈരളി ടൂറിസ്റ്റ് ഹോം, വിസ്മയ ടവർ. ടൂറിസ്റ്റ് ഹോമുകളുടെ ഒരു കേന്ദ്രമാണ് നമ്മുടെ ഗുരുവായൂർ. ഇപ്പോൾ നമ്മൾ വേറൊരു ജംഗ്ഷനിലെത്തിയിട്ടുണ്ട്. റൈറ്റ് സൈഡാണ് ഗുരുവായൂർ ക്ഷേത്രം, അതുപോലെ തന്നെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനൊക്കെ. ഞാനിപ്പം ഇവിടെ നിൽക്കുകയാണ്. ഇവിടെയായിട്ട് മറ്റൊരു ക്ഷേത്രം കണ്ടു, ദക്ഷിണേശ്വര ക്ഷേത്രം. അപ്പോൾ നമ്മൾ വീണ്ടും കുറച്ചുകൂടെ മുന്നോട്ട്. അപ്പോൾ ഇതേ മുമ്പിൽ കാണുന്നതാണ് മമ്മിയൂർ മഹാദേവ ക്ഷേത്രം. നമുക്ക് ജസ്റ്റ് അവിടെ വരെ ഇവിടെ നിന്ന് പോയിട്ട് വരാമേ. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ പുതിയ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.